കോഴിക്കോട്ടെ കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പുതിയോട്ടിൽ ആലി മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് റിജാസാണ് മരിച്ചത്. ബൈക്കിൻ്റെ പെട്രോൾ തീർന്നതുകൊണ്ട് മഴ നനയാതെ കടയിൽ കയറി നിന്നപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതേപോലെ നല്ലളത്ത് വൈദ്യുതി ലൈൻ പൊട്ടിവീണ് സമീപമുള്ള 2 വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തി നശിച്ചു. രാഹുൽ സുരേഷ് ചേരുന്നു കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലുണ്ടായത് അതിദാരുണമായ സംഭവമാണ്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതായത് കോഴിക്കോട് നഗരത്തിൽ നിന്നും പൂവാട്ടുപറമ്പിലേക്ക് 2 യുവാക്കൾ ബൈക്കിൽ പോകുകയായിരുന്നു. കുറ്റിക്കാട്ടൂരിലെത്തിയപ്പോൾ ഈ വാഹനത്തിന്റെ ഇന്ധനം തീർന്നു. ഇതോടെ ഒരാൾ പെട്രോൾ വാങ്ങാനായി പെട്രോൾ പമ്പിലേക്കും മറ്റൊരാൾ മഴ നനയാതെ സമീപമുള്ള കടയിൽ കയറി നിൽക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഈ കടയുടെ തൂണിൽ നിന്നും യുവാവിന് ഷോക്കേൽക്കുന്നത്. ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് പുതിയോട്ടിൽ ആലി മുസ്ലിയാരുടെ മകനായിട്ടുള്ള മുഹമ്മദ് റിജാസ് ആണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ യുവാവിന്റെ മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റൊരു സംഭവം നടന്നത് കോഴിക്കോട് നല്ലളം ശ്മശാനത്തിന് സമീപമാണ്. ആ സംഭവം രാത്രി 11 മണിയോടുകൂടിയായിരുന്നു. 11 kV ലൈനിന്റെ മുകളിലേക്ക് മാവ് വീണാണ് ഈ അപകടം നടന്നത്. ഹൈ വോൾട്ടേജ് മൂലമാണ് സമീപം ഉണ്ടായിരുന്ന 2 വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുള്ളത്. സംഭവം നടന്നതിന് പിന്നാലെ ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഇറങ്ങി ഓടിയതിനാൽ വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി. അതാണ് ആശ്വാസകരമായ കാര്യം. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ മാവ് മരത്തിലേക്ക് വീണ് വലിയ രീതിയിൽ തീ പിടിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന്